ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഞാൻ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഗ്രീൻ പീസ് കറി. ഈ കറിക്ക് വേണ്ടിയിട്ട് 2 ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, 3 പച്ചമുളക്, ഒരു തക്കാളി, പിന്നെ പയറ് ഓപ്ഷനിലാണ്, ഉണ്ടെങ്കിൽ 3-4 ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. നമ്മൾ എടുത്തിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും തക്കാളിയും എല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിരിക്കുന്നതാണ്. പിന്നെ ഇത് തലേദിവസം കുതിർക്കാനിട്ടിരിക്കുന്ന ഗ്രീൻ പീസാണ്. 1.5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. കുതിർത്ത് വെച്ചതുകൊണ്ട് തന്നെ ഗ്രീൻ പീസും പച്ചക്കറികളും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് കുക്കറിലിട്ട് വേവിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കുക്കറിലോട്ട് 1 സ്പൂൺ ഉപ്പും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർക്കണം. പിന്നെ കഷ്ണം നികപ്പ് വെള്ളവും ചേർക്കണം. മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇത് കഷ്ണങ്ങളെ പിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം കുക്കർ അടയ്ക്കാനേ. ഇതെല്ലാം കൂടി ഇട്ട് മൊത്തത്തിലൊരു 5 വിസിലെങ്കിലും അടിക്കണം. അപ്പം നല്ലപോലെ വെന്ത് കിട്ടും. ഇനി ഇതിൻ്റെ പ്രഷർ പോകുന്ന സമയത്ത് നമുക്കിതെല്ലാം കൂടെ വഴറ്റിയെടുക്കാൻ കുറച്ച് സാധനങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനായിട്ട് 3-4 ഇതൾ കറിവേപ്പില, ഒരു ചെറിയ പീസ് ഇഞ്ചി, 5 വെളുത്തുള്ളി, 2 സവോള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത്, അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട്. അത് അരച്ച് ചേർക്കാൻ വേണ്ടിയിട്ടാണ്, കറിക്കൊരു കൊഴുപ്പ് കിട്ടാൻ. കൂടെ 4-5 കാഷ്യൂനട്ട് ചേർത്താൽ കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടും ഗ്രേവി. ഇതുപോലെ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇവിടെ. ഇനി നമ്മളൊരു ചീനച്ചട്ടി എടുത്ത് 1 സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുക. കടുക് കംപ്ലീറ്റ് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലോട്ട് ചേർക്കുക. സവോള പൊതുവേ വഴന്ന് കിട്ടാൻ ഇച്ചിരി പാടാണ്, സമയമെടുക്കും. അപ്പോൾ എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിലോട്ട് 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 സ്പൂൺ ഉപ്പും കൂടെ ചേർത്താൽ ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇപ്പോൾ ഇത് ഏകദേശം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഇനി 1 സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചിയുള്ള പേസ്റ്റ് ചേർക്കണം. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കണം. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ വെജിറ്റബിൾ മസാലയോടുകൂടി ആഡ് ചെയ്യുക, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. ഇനി ഈ മസാലകളുടെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസും വെജിറ്റബിൾസും എല്ലാം കൂടി ചേർക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്യൂനട്ടും ഉണ്ടല്ലോ, അത് തിളച്ചതിന് ശേഷം ഇതിലോട്ട് ആഡ് ചെയ്യുക. കാഷ്യൂനട്ട് ചേർത്തുകൊണ്ട് കറി നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഉപ്പ് വേണ്ടവർക്ക് കൂടുതലായിട്ട് ആഡ് ചെയ്യണമെങ്കിൽ ഈ സമയത്ത് ആഡ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.